മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ പരീക്ഷയൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാള സെക്കൻഡ് ഒക്കെ നമ്മൾ ഉഷാറായിട്ട് നമ്മൾ പഠിച്ചു, നമ്മൾ പരീക്ഷ എഴുതി അല്ലേ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള, നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് മക്കൾ ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവുക. അതേ ചരിത്രം നമ്മൾ മലയാളം ഫസ്റ്റിൽ നമ്മൾ ആവർത്തിക്കാൻ പോവാണ്. നമുക്ക് ഉഷാറായിട്ട് എഴുതണ്ടടാ. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വിഷമമുള്ള ഒരു പാഠം എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. എന്താണ് ഈ പാഠഭാഗത്തിന്റെ പ്രത്യേകത? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ വന്നിരിക്കണേ. ഗുരുനാഥൻ മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊക്കെ പാഠങ്ങളാണ് വേണ്ടത് അല്ലെ, ഏതിലൊക്കെയാണ് സംശയമുള്ളത്, ആ കാര്യങ്ങളൊക്കെ അല്ലെ, നിങ്ങൾക്ക് ഇതുപോലെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം മക്കൾ, ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ടുണ്ട്. അപ്പൊ ടീച്ചർക്ക് കൂടുതൽ വീഡിയോസ് ചെയ്തു തരാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാൻ, നമുക്ക് എന്താണ് എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതയിൽ പറയുന്ന ആശയം, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. ഗാന്ധിയെ കുറിച്ച് അല്ലെ, ഗാന്ധിയെ തന്റെ ഗുരുനാഥനായി കണ്ടുകൊണ്ട് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട, മലയാള സാഹിത്യത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ് എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന കവിതാഭാഗം. അപ്പം വള്ളത്തോളിനെ നമുക്കറിയാം, മാധുരിക അല്ലെ കവിത്രയത്തിൽ ഒരാളാണ്. ഒരുപാട് പ്രഗത്ഭമായിട്ടുള്ള കവിതകൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതകളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന, എക്കാലത്തും ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു കവിതയാണടാ ഏതെന്ന് പറയുന്നത്, എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഗാന്ധിയെ കുറിച്ച് അല്ലെ, ഗാന്ധിയെ സ്വന്തം ഗുരുനാഥനായി കണ്ടുകൊണ്ട് വള്ളത്തോൾ എഴുതിയിരിക്കുന്ന കവിതാഭാഗം. അപ്പൊ ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യഭാഗങ്ങൾ നോക്കാം. ലോകമേ തറവാട് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കവിതാഭാഗത്ത് നമ്മൾ അത്തരത്തിലുള്ള ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഗാന്ധിജിയുടെ ജീവിത കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി ഈ പ്രയോഗത്തെ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാം? ഗാന്ധിജി ലോകത്തെ തന്നെ എന്തായി കാണുകയാണ്? വീടായി കാണുകയാണ് അല്ലെ. ലോകത്തിലുള്ള സർവ്വചരാചരങ്ങൾ, അത് ചെടിയായാലും പൂക്കളായാലും പുഴുവായാലും പൂമ്പാറ്റയായാലും മനുഷ്യരായാലും ഒക്കെ എന്താണ്, എല്ലാവരും എൻ്റെ ലോകത്തിലുള്ള അല്ലെ, എൻ്റെ കുടുംബക്കാരാണ്, എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് അല്ലെ. അപ്പൊ അതിൽ എല്ലാ സഹജീവികളോടുള്ള ഗാന്ധിജിയുടെ അഗാധമായിട്ടുള്ള സ്നേഹത്തെ നമുക്ക് കാണാം. ദേശത്തിന് വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം തന്റെ ജീവിതം തന്നെ സമർപ്പിച്ചത് നമ്മൾ കണ്ടതാണ് അല്ലെ. എവിടെയായാലും ആക്രമണത്തിനും അനീതിക്കും ഒക്കെ എതിരെ അദ്ദേഹം ശബ്ദിച്ചിരുന്നു. അതും വാളും തോക്കും കൊണ്ടൊന്നും അല്ല അദ്ദേഹം ശബ്ദിച്ചത് അല്ലെ. ഏറ്റവും ലളിതമായിട്ടുള്ള അല്ലെ അദ്ദേഹത്തിന്റെ സമര രീതികളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യൻ ജനതയുടെ ജീവിതം സ്വന്തം ജീവിതമായിട്ടാണ് എന്ത് ചെയ്തത് ഗാന്ധിജി കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ പരീക്ഷയ്ക്ക് കാണാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ത്യാഗം എന്നതേ നേട്ടം. ഇവിടെ ത്യാഗം എങ്ങനെയാണ് നേട്ടമാകുന്നത് എന്നുള്ളൊരു ചോദ്യം അല്ലെ. കവിതയിൽ വളരെ വ്യക്തമായ രീതിയിൽ ആ വരിയിൽ അത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ത്യാഗം, സാക്രിഫൈസ് എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ ത്യാഗം ചെയ്യണം എന്നല്ല പറയുന്നത്. എപ്പോഴും ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിതത്തിൽ എന്താണ് അങ്ങനെയല്ല ചെയ്യേണ്ട അല്ലെ. പക്ഷെ ചില സന്ദർഭങ്ങളിൽ അല്ലേ നമ്മൾ എന്ത് ചെയ്യണം, ത്യാഗം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളോട്, നമുക്ക് ഏറ്റവും കമ്മിറ്റ്മെന്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ത്യാഗം ചെയ്യുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അങ്ങനെ വിട്ടുകൊടുക്കാനും അല്ലെ അങ്ങനെ ത്യജിക്കാനും ഒക്കെ വളരെ എന്താണ് വലിയ മനസ്സ് വേണം. അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു ആര്? ഗാന്ധി എന്ന് പറയുന്നത്. ജീവിതത്തിൽ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ച് അദ്ദേഹം സന്യാസിയെ പോലെ ജീവിച്ചാണ്. എല്ലാ രീതിയിലും ഭയങ്കര അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഗാന്ധിജിയുടെ വസ്ത്രമൊക്കെ നമുക്കറിയാം, ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ ജീവിതത്തെ കണ്ടിരുന്ന ഒരാളായിരുന്നു ആര്? ഗാന്ധി എന്ന് പറയുന്നത് അല്ലെ. അദ്ദേഹത്തിന്റെ വസ്ത്രധാരണം പോലും അത്രമേൽ എന്താണ്, ലളിതമായിട്ടുള്ള വസ്ത്രധാരണമാണ്. അങ്ങനെ മഹത്തായ ത്യാഗമാണ് ലോകത്തിന്റെ നന്മയ്ക്ക് ആധാരമായിട്ട് നമുക്ക് വെക്കാൻ പറ്റുക എന്നുള്ളതാണ് ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നെന്ന് വേണം നമുക്ക് പറയാം. ഇനി അടുത്ത് നോക്കിയേ, താഴ്മ ഉന്നതിയായി മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യമാണ് അല്ലെ. എങ്ങനെയാണ് താഴ്മ? ഇപ്പൊ നമ്മള് അടുത്ത വർഷം മക്കള് അതേ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പാഠം നിങ്ങൾ പഠിക്കും. അപ്പോൾ നിറയെ മാമ്പഴമുള്ളപ്പോൾ എന്ത് ചെയ്യാണ്, മാവ് എന്ത് ചെയ്യുന്നു, തല കുനിക്കുന്ന നമ്മൾ കാണില്ല. അപ്പോൾ അത്രയധികം എന്താണ് സമ്പന്നമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ നേടുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്രയും പണം സമ്പാദിക്കുന്ന സമയത്ത്, അങ്ങനെ ജീവിതത്തിൽ ഉയരങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം, മനുഷ്യർ താഴ്മയോടെ ഇരിക്കണമെന്ന് പ്രകൃതി തന്നെ നമ്മളെ കാണിച്ചു തരാണ് ഈ മാവിലൂടെ. അല്ലെങ്കിൽ ഫലങ്ങൾ നിറഞ്ഞിരിക്കുന്ന മാമ്പഴങ്ങളൊക്കെ എന്ത് ചെയ്യും, മാമ്പഴമുള്ള മാവൊക്കെ എന്ത് ചെയ്യും, അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ താണിരിക്കും അല്ലേ. അപ്പോൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ വിനയമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ താഴ്മ എങ്ങനെയാണ് ഗാന്ധിയുടെ ജീവിതത്തിൽ ഉന്നതിയായി മാറുന്നത്? നമ്മൾ വിനയത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉയർച്ച ഉറപ്പാണെന്നാണ് പറയുന്നത് അല്ലെ. താഴ്മയെ താഴ്മയെ എങ്ങനെ കാണുന്നു എന്നാണ് പറയുന്നത്?
ഉന്നതിയായാണ് ഗാന്ധി ഇവിടെ കാണുന്നത്. വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും പെരുമാറ്റത്തിലും വിനയവാനായിരുന്നു ആര്? ഗാന്ധി എന്ന് പറയുന്നത്. എളിമയുടെ ജീവിത ആദർശമാണ് ലോകത്തിനുണ്ടാകേണ്ടതെന്ന് എന്ത് ചെയ്യുന്നു? ഗാന്ധി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം, യോഗവിത്ത് എന്ന പദം നൽകുന്ന ആശയ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ചോദ്യമാണ് അല്ലെ. യോഗ വിദ്യ ഗ്രഹിച്ചവൻ എന്നാണ് യോഗവിത്ത് എന്ന പദത്തിന്റെ അർത്ഥം. ഗാന്ധി അങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ട് കവിത അല്ലെ. അപ്പൊ യോഗവിദ്യ എന്ന് വെച്ചാൽ യോഗവിദ്യ അറിയുന്നവൻ, യോഗി ഋഷിയാണ്, അറിവുള്ള ആളെന്നുള്ള അർത്ഥമാണ് കേട്ടോ. യോഗവിദ്യ ഗ്രഹിച്ചവര് ഇന്ദ്രിയങ്ങളെ, തന്റെ ചുറ്റുമുള്ള ഇമോഷൻസിനെയൊക്കെ കുറച്ചുകൂടെ എന്താണ് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫലവത്തായ രീതിയിൽ അതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കീഴടക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആളുകളാണ് ആര്? സന്യാസിമാർ അല്ലെ. ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ഡയറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇഷ്ടമുള്ള ഇപ്പം ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ള ഒരാളുടെ മുമ്പിൽ ഭയങ്കര എന്താണ് ചിക്കൻ ബിരിയാണി, ഇങ്ങനെ ഭയങ്കര ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി, നല്ല മണമൊക്കെ ഉള്ള ചിക്കൻ ബിരിയാണി കൊണ്ടുവയ്ക്കുകയാണ്, ഡെഫിനറ്റ്ലി അയാൾ എന്ത് ചെയ്യും? അയാളുടെ ഡയറ്റ് നാളത്തേക്ക് അയാൾ മാറ്റി വെക്കും അല്ലേ. അതുപോലെ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം ആണെങ്കിലും ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരാളെ കാണുകയാണെങ്കിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉള്ളിലുള്ള ആളുകൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വാച്ച് ചെയ്യും, നമ്മളെ ഭക്ഷണം കഴിക്കും അല്ലേ. അപ്പോൾ നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ, ഇഷ്ടങ്ങളെ നമ്മളുടെ ഇന്ദ്രിയങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധാരണ മനുഷ്യർക്ക് കുറച്ച് എന്താണ് ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷേ സന്യാസ ജീവിതം നയിക്കുന്ന ഒരാളുകൾക്ക് അല്ലെ, അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ മതി, എവിടെയെങ്കിലും കിടന്നാൽ മതി, എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ മതി. അപ്പം ഇങ്ങനെ ലൗകിക ജീവിതങ്ങളോടൊന്നും യാതൊരു താല്പര്യമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് ആര്? സന്യാസിമാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സുഖങ്ങളൊക്കെ ത്യജിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടെ ഇന്ദ്രിയങ്ങളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ലോകത്തിലെ ജീവിതത്തിലെ യാതൊന്നിനോടും അവർക്ക് എന്തുണ്ടാവില്ല? അമിതമായിട്ടുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഗാന്ധിജിയും എന്തായിരുന്നു? അതുപോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ലാളിത്യവും ലോകത്തിന്റെ സുഖവും സമാധാനവും ഒക്കെ എന്ത് ചെയ്തിരുന്നു? സന്യാസിമാരെ പോലെ തന്നെ ഗാന്ധിജിയുടെയും ജീവിതത്തിന്റെ ആദർശങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ഒരു ചോദ്യം എന്താണ്? ഗാന്ധിജിയെയും ആകാശത്തെയും താരതമ്യപ്പെടുത്തുന്നതിന്റെ ഔചിത്യം പരിശോധിച്ച് താരകാമണിമാല, കാറണിച്ചളി എന്നീ പ്രയോഗങ്ങളുടെ സൗന്ദര്യം വിലയിരുത്താനാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ആകാശം പോലെ വിശാലമായ കാഴ്ചപ്പാടാണ് ഗാന്ധിജിക്കുള്ളത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. അതുപോലെ എന്താണ്? രത്നം പോലെ നക്ഷത്രങ്ങളും ചളി പോലെ കറുത്തിരണ്ട മേഘങ്ങളും ഒക്കെ ആകാശത്തിലുണ്ട്. അതേപോലെ എന്താണ്? ഈ ചളിയെയും നക്ഷത്രങ്ങളെയും ഒക്കെ എന്താണ്, അതായത് അത്തരം മേഘത്തെയും തിളക്കമുള്ള നക്ഷത്രത്തെയും ചളി പോലെയുള്ള കാർമേഘത്തെ ഒക്കെ ഒരുപോലെയാണ് ആകാശം ഉൾക്കൊള്ളുന്നത്. അതേപോലെ ഏത് സാഹചര്യത്തെയും എന്ത് ചെയ്യാണ്? ഗാന്ധി ഒരുപോലെയാണ് കാണുന്നതെന്നാണ് പറയുന്നത് അല്ലെ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ രത്നമാലയോട് എന്ത് ചെയ്യാണ്? സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. കാറണിച്ചളി എന്നത് കറുത്ത മേഘങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. രത്നമാല എന്ന് പറയുന്നത് മനോഹരവും ചളി വിരൂപവുമാണ്. അപ്പൊ നക്ഷത്രമാകുന്ന രത്നമാലയെയും കാർമേഘമാകുന്ന ചളിയെയും ആകാശം യാതൊരു ഭേദഭാവവും ഇല്ലാതെ ഒരേപോലെ സ്വീകരിക്കുകയാണ് അല്ലെ. ഇതുപോലെ ഗാന്ധിജിയും എന്ത് ചെയ്യാണ്? എല്ലാറ്റിനെയും ഒരുപോലെ സ്വീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് പ്രശംസയായാലും ശരി, വിമർശനമായാലും ശരി, എല്ലാത്തിനെയും ഒരുപോലെ സ്വീകരിക്കാനുള്ള കഴിവ് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഇത് മാത്രമല്ല ഈ പാഠഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് ഒരുപാട് പാഠഭാഗങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. 2 ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് മലയാളം ഫസ്റ്റിൽ നമുക്ക് ഒട്ടേറെ പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ വളരെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യാനടാ? നമുക്ക് ഈ പാഠഭാഗങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരും അല്ലേ, ഒന്നും പേടിക്കണ്ട, ഈ പാഠഭാഗങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചർ ഉണ്ട് കേട്ടോ. നമുക്ക് മെഗാ മാരത്തോൺ ലൈവുകളും മിനി മാരത്തോൺ ലൈവുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ലൈവുകളിലായിട്ട് എന്ത് ചെയ്യണം? അടിപൊളിയായിട്ട് നമുക്ക് നമ്മളുടെ ഈ പാഠഭാഗങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും എങ്ങനെ ഉത്തരം എഴുതണം എന്നൊക്കെ ഉള്ളതൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് അടിപൊളിയായി സൂപ്പറായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? പരീക്ഷയ്ക്ക് വേണ്ടിച്ചല്ലേ മലയാള സെക്കൻഡിൻ്റെ എല്ലാ പാഠഭാഗങ്ങളും എന്ത് ചെയ്യണം? ഒന്ന് അല്ലേ മുഴുവനും എന്ത് ചെയ്തു? വായിച്ചു എന്നൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാടാ? നമുക്ക് ലൈവുകളിൽ നമുക്ക് സെറ്റായിട്ട് ഉഷാറായിട്ട് നമുക്ക് പഠിക്കാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.